Hi guys, welcome back to my YouTube channel Hello English. In this video we will be discussing the poem My Grandmother's House written by Kamala Das. So before going into the detailed summary of this poem, let's discuss about the author. Kamala Das ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. ഇന്ത്യൻ റൈറ്റിംഗിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും അതുപോലെ മലയാളം ലിറ്ററേച്ചറിലും ഈക്വലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കമലാദാസ് ജനിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്, കേരളത്തിൽ. മാധവിക്കുട്ടി, കമലാ സുരയ്യ, കമലാദാസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ആൻഡ് കമലാദാസിന്റെ ലൈഫിൽ 15ാമത്തെ വയസ്സിലാണ് കമലാദാസ് വിവാഹിതയാവുന്നത്. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ട്. ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോംസ്, സൈറൻസ്, സമ്മർ ഇൻ കൽക്കട്ട, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ്. I'll read the poem. My grandmother's house. There is a house now far away where once I received love. That woman died. The house withdrew into silence. Snakes moved among books. I was then too young to read, and my blood turned cold like the moon. How often I think of going there, to peer through blind eyes of windows, or just listen to the frozen air. Or in wild despair pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. You cannot believe, darling, can you, that I lived in such a house and was proud and loved. I would have lost my way and begged now at strangers' door to receive love at least in small change. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ്. പക്ഷേ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് വളരെ ബ്രോഡാണ്. ഓക്കെ, സോ ഈ ഒരു പോയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. there is a house now far away from where once I received love. there is a house, ഒരു വീടുണ്ട്, പക്ഷേ അതിപ്പോ എങ്ങനെയാണ്? now far away from me, എന്നിൽ നിന്ന് ഒരുപാട് അകലെ ഇപ്പോൾ ഒരു വീടുണ്ട്. where once I received love, എനിക്ക് ഒരിക്കൽ സ്നേഹം കിട്ടിയിരുന്ന ആ ഒരു വീടെന്ന് പറയുന്നത് എന്നിൽ നിന്നിപ്പോൾ ഒരുപാട് അകലെയാണ്. that woman died, ആ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞു എന്നാ പറയുന്നത്. that woman എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗ്രാൻഡ് മദർ ആണ് കേട്ടോ. അപ്പോൾ പോയിറ്റിന്റെ ഗ്രാൻഡ് മദർ മരിച്ചു. അതുപോലെ എനിക്ക് ഒരിക്കൽ സ്നേഹം കിട്ടിയിരുന്ന ആ ഒരു വീട് എന്നിൽ നിന്നിപ്പോൾ വളരെ അകലെയാണ്. the house withdrew into silence, snakes moved among books. ആ ഒരു വീടിന് പിന്നീട് എന്ത് സംഭവിച്ചു? ഗ്രാൻഡ് മദറിന്റെ മരണത്തിന് ശേഷം ആ ഒരു വീട് നിശബ്ദതയിലേക്ക് പോവാണ്. വിഡ്രൂ ഇൻടു സൈലൻസ്, സൈലൻസിലേക്ക് പോയി. സ്നേക്സ് മൂവ് എമംഗ് ബുക്സ്, ബുക്സിന്റെ ഇടയിലൂടെ സ്നേക്സ് മൂവ് ചെയ്തു. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്, പക്ഷെ ഞാൻ ആ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു എന്റെ ചെറുപ്പകാലത്തൊക്കെ വായിക്കാൻ വളരെ യങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. ഇപ്പോൾ എന്റെ ഗ്രാൻഡ് മദറിന്റെ മരണത്തിന് ശേഷം എന്റെ ബ്ലഡ് ഒരു മൂണിനെ പോലെ തണുത്തുറഞ്ഞിരിക്കുകയാണ്. അതായത് ആ ഒരു ഡാർക്ക്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, ആ ഒരു ഗ്രാൻഡ് മദറിന്റെ മരണത്തിന് ശേഷം പോയിട്ടിന് തോന്നുന്ന ആ ഒരു ഏകാന്തതയുടെയും അല്ലെങ്കിൽ വളരെ നിരാശയുടെയും ഒക്കെ എലമെന്റ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ പോയിട്ടിന് ഇപ്പൊ തോന്നുന്നത് എങ്ങനെയാണ്? ബ്ലഡ് ഒരു മൂണിനെ പോലെ തണുത്തുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു വാംതൊന്നും ഇപ്പോൾ തനിക്കില്ല. How often I think of going there, to peer through the blind eyes of windows, or to just listen to the frozen air. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ്, ആ വീട്ടിലേക്ക് പോവാൻ. I think of going there, ആ വീട്ടിലേക്ക് പോവാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? to peer through blind eyes of windows. blind eyes of windows, അതായത് വിൻഡോസിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. വിൻഡോസ് ഒരുപാട് നാളുകളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചിട്ട വിൻഡോസിലൂടെ എനിക്ക് അകത്തേക്ക് നോക്കണം. എങ്ങനെയാണ് നോക്കേണ്ടത്? പീർ എന്ന് പറയുന്നത് ലുക്ക് കെയർഫുള്ളി എന്നാണ്. ആൻഡ് വിത്ത് ഡിഫിക്കൽട്ടി, വളരെ കെയർഫുൾ ആയിട്ട് ഡിഫിക്കൽട്ടിയോട് കൂടിയിട്ടാണെങ്കിൽ പോലും ആ ഒരു ജനലിന്റെ ഉള്ളിലൂടെ എനിക്ക് അകത്തേക്ക് നോക്കണം. ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, അവിടുത്തെ ഫ്രോസൺ ആയിട്ടുള്ള കാറ്റിനെ കേൾക്കണം. ഓർ ഇൻ വൈൽഡ് ഡെസ്പയർ പിക്ക് ആൻ ആർംഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. പിന്നീട് കവി ആഗ്രഹിക്കുന്നത് ആ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഡാർക്ക്നെസ് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് എന്റെ ബെഡ്റൂം ഡോറിന് പുറകിലിരിക്കുന്ന ഒരു ഡോഗിനെ പോലെ എനിക്ക് ഇതിവിടെ സ്ഥാപിക്കണം എന്നാണ് നമ്മളുടെ ഓതർ പറയുന്നത്. അതായത് ആ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പിക്ക് ആൻ ആർംഫുൾ ഓഫ് ഡാർക്ക്നെസ്, ഒരു കൈ നിറയെ ഡാർക്ക്നെസ് എടുത്തുകൊണ്ട് വന്ന് എന്റെ ബെഡ്റൂം ഡോറിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു ഡോഗിനെ പോലെ ഇവിടെ സ്ഥാപിക്കണം എന്ന് പറയുന്നു. അതായത് ഡോഗിനോട് കമ്പയർ ചെയ്തിരിക്കണം ആ ഒരു ഡാർക്ക്നെസ്സിനെ. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്, അല്ലെങ്കിൽ ആ ഒരു അമ്മയില്ലാത്ത, ഗ്രാൻഡ് മദർ ഇല്ലാത്ത ഒരു അവസ്ഥയെ പോയിട്ട് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്.
ആൻഡ് ഇവിടെ ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുന്നത് ദ ഡാർക്ക്നെസ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇസ് കമ്പയർഡ് ടു എ പെറ്റ് ഡോഗ്. ഈ ഒരു ഡോഗിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് മദറിന്റെ ഹൗസിൽ ആ ഒരു ഡാർക്ക്നെസ്സിനെ. അതിനുശേഷം പോയിട്ട് പറയാണ് ആ ഒരു ഡാർക്ക്നെസ്സിനെ എടുത്തുകൊണ്ട് വന്ന് സ്വന്തം വീട്ടിൽ വെക്കണം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഡാർക്ക്നെസ്സിന് അല്ലെങ്കിൽ ഈ ഒരു അമ്മയില്ലാത്ത അവസ്ഥയെ എങ്ങനെയാ ഗ്രാൻഡ് മദർ ഇല്ലാത്ത അവസ്ഥ എങ്ങനെയാ സൂചിപ്പിച്ചിരിക്കുന്നത്? ഒരു ബ്രൂഡിംഗ് ഡോഗിനോടാണ് അല്ലെ. അപ്പൊ പെറ്റ് ഡോഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. അപ്പോ പോയിട്ട് പറയാണ് ഗ്രാൻഡ് മദർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ പോലും ആ ഒരു വീടിന്റെ ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അതില്ലാത്ത ഒരു ശൂന്യത, ആ ഒരു ശൂന്യത പോലും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഡോഗിനെ പോലെയാണ് എന്നാണ് ഇവിടെ നമ്മുടെ പോയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Then you cannot believe, darling, can you, that I lived in such a house and was proud and loved. ഇനി പോയിട്ട് ചോദിക്കുകയാണ്, നിനക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. നിനക്ക് സാധിക്കുമോ? അതായത് ഞാൻ ജീവിച്ചത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കിട്ടിയിരുന്ന, ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വീട്ടിലാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. I would have lost my way and beg now at strangers' doors to receive love at least in small change. ഈ ലൈൻസിലാണ് പോയിട്ടിന്റെ കറന്റ് സിറ്റുവേഷനെ പറ്റി പറയുന്നത്. ഇപ്പൊ പോയിട്ട് ഇത്രയും നേരം പറഞ്ഞ ഗ്രാൻഡ് മദറിന്റെ ശൂന്യത കൊണ്ടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഒരു പോയിട്ടിന് എത്രത്തോളം സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു ഗ്രാൻഡ് മദർ നൽകിയിരുന്നു എന്നുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ പോയിട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഷീ ഹാസ് ലോസ്റ്റ് ഹെർ വേ. ആ ഒരു വഴി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വഴിയില്ലാതെ ആയിരിക്കുകയാണ്. ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ്. അപരിചിതരായ ആളുകളുടെ വാതിലിന്റെ മുൻപിൽ കേഴേണ്ട അവസ്ഥയാണ്, ബെഗ് ചെയ്യേണ്ട അവസ്ഥയാണ്, ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയാണ്. എന്തിനു വേണ്ടി? സ്നേഹത്തിന് വേണ്ടി. അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്, അതായത് ചെറിയൊരളവിലെങ്കിലും സ്നേഹം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയാണ് പോയിറ്റിന് വന്നിട്ടുള്ളത് എന്ന് പോയിട്ട് പറയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പോം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അപ്പോൾ വളരെ ഒരുപാട് മെസ്സേജസ് ഉള്ളൊരു ബ്യൂട്ടിഫുൾ പോമാണിത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.